ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു കാസർഗോഡൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ജീരകശാല അരി ഉപയോഗിച്ച് കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന കാസർഗോഡൻ ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. ഒരു മുഴുവൻ ചിക്കൻ ഉപയോഗിച്ച് 5 പേർക്ക് കഴിക്കാവുന്ന തരത്തിലുള്ള ഒരു ബിരിയാണിയാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അല്ലി 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. അധികം പേസ്റ്റ് രൂപത്തിലൊന്നും ആവണ്ട, ഇതുപോലെ ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി വെക്കാനുള്ള ഒരു വലിയ പാത്രമാണ് വേണ്ടത്. അടി കട്ടിയുള്ള പാത്രമായിരിക്കണം. ഒരു 6 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 3 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 2 തക്കാളി ചെറുതായി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി കൂട്ടുണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച് ബാക്കി മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മാറ്റി വെച്ചത് നമുക്ക് അരി വേവിക്കുമ്പം അതിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അടുത്തതായി മല്ലിയിലയും പുതിനയിലയാണ്. മല്ലിയില 1 കപ്പ് എടുത്തിട്ടുണ്ട്, ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പുതിനയില 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടിൽ നിന്നും കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് അരി വേവിക്കുമ്പം അതിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് കറിവേപ്പില നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ് ഇത്, 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊറിയാൻഡർ പൗഡർ, അതായത് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഇനി തൈരാണ്. നല്ല കട്ട തൈര് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സവാളയിലും തക്കാളിയിലുമുള്ള ജ്യൂസൊക്കെ പുറത്ത് വന്ന് ഈ മസാലകളിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിനു വേണ്ടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 3 മിനിറ്റ് സമയം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കിലോ വരുന്ന കോഴിയാണ് വാങ്ങിയത്. അത് മുറിച്ച് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 1.25 കിലോയോളം വരും. ഇതൊരു 12 പീസസായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, ഇത്തരം വെള്ളം മാത്രമേ നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് സമയം നമ്മൾ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് കുഴച്ച് ഈ ചിക്കനിലേക്ക് ഇത് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു മണിക്കൂർ സമയം അവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാം. ഇനി 3 മീഡിയം സൈസ് സവാള ഇതുപോലെ നേരിയതായി മുറിച്ചെടുക്കണം. വളരെ തിന്നായി വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് ഓരോന്ന് ഞാൻ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓയിലിൽ ചൂടാകുമ്പോൾ നമുക്കിതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ഉള്ളി ഫ്രൈക്ക് നല്ലൊരു കളർ ഉണ്ടാവും. അതിന് വേണ്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഈ കളറാകുമ്പോൾ നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ കളർ മാറി തുടങ്ങുമ്പോൾ ഉടനെ കോരി മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതാണ്. ഇത് കോരി മാറ്റിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ ഇതുപോലെ നിരത്തിയിടണം, അല്ലെങ്കിൽ അധികം കറുത്തു പോകും. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഇത് നമുക്ക് ഉള്ളി വറുത്ത് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ തണുത്തിട്ടുണ്ട്, അതിലിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടിക്കരുത്, വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് 3 കപ്പ് കൈമ റൈസ്, അതായത് ജീരകശാല അരി കഴുകി അരിപ്പയിലിട്ട് വെച്ചതാണ്. 5 പ്രാവശ്യം കഴുകി എടുത്തതാണ്. ഇത് നേരത്തെ സവോള വറുത്ത് കോരിയ എണ്ണയാണ്. ഇനി ഈ എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എണ്ണയിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ
4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പും നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂട്ട്, പിന്നെ മല്ലിയില പുതിനയില മുറിച്ചത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ, നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് തിളച്ച് വരട്ടെ. അതിനു മുമ്പേ നമുക്കിതൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്കതൊന്ന് തിളക്കാനായി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. ഇപ്പോൾ 5 മിനിറ്റ് സമയം ഞാനിത് വേവിച്ച് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായി തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ വെള്ളം വറ്റി തുടങ്ങുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. അരി പകുതി വെന്താൽ മാത്രം മതി. ഇത് നമ്മൾക്ക് ചിക്കനിൽ ചേർത്ത് ദം ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾക്കിത് ദം ചെയ്യാനായി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ തന്നെ ഇതിൽ നന്നായി പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഇതിൽ നിന്ന് ചോറെടുത്ത് മേലെ ഇതുപോലെ നിരത്തി കൊടുക്കാം. ഒരു ലെയർ നിരത്തിയതിന് ശേഷം ഇതിൻ്റെ മേലെ ഉള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില പുതിനയില മുറിച്ചതും കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ അധികം മല്ലിയില പുതിനയില ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉള്ളി മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളത്. ഒരു ലെയർ ഇതുപോലെ ഇതിൻ്റെ മേലെ ഉള്ളി ഇട്ടതിന് ശേഷം അടുത്തതായി നമുക്ക് വീണ്ടും ഇതിൻ്റെ മേലെ ചോറ് നിരത്തി കൊടുക്കാം. ഇതുപോലെ 3-4 ലെയർ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് 5 പേർക്ക് കഴിക്കാൻ തരത്തിലുള്ള ബിരിയാണിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നന്നായി കഴിക്കുന്ന ആളാണെങ്കിൽ 1 കപ്പ് അരി കൂടുതൽ എടുക്കേണ്ടി വരും. ഞാനിവിടെ 3 കപ്പ്, അതായത് 1/2 കിലോ അരി വെച്ചാണ് ഈ ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇത് മൂടി വെച്ച് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും നമുക്കിത് 30 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. 30 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞാണ് ഞാനിപ്പോൾ ബിരിയാണി തുറക്കുന്നുള്ളത്. 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ വെക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ റൈസൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാസർഗോഡൻ ബിരിയാണി ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.